ശക്തമായ നിലപാടുകൾ കൊണ്ടും മികച്ച അഭിനയം കൊണ്ടും മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം നേടിയെടുത്ത താരമാണ് പാർവതി തിരുവോത്ത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ പാർവതിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന പാർവതി WCC സംഘടനയിലെ അംഗവുമാണ്. ഫെമിനിസ്റ്റ് ആണെന്ന് പലയിടത്തും ആവർത്തിക്കുന്ന പാർവതി അഭിമുഖങ്ങളിൽ എല്ലാം തന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവെക്കാറുണ്ട്. ഇപ്പോഴിതാ താനും ഒരു അതിജീവിതയാണെന്ന് പറയുകയാണ് നടി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ താൻ സംവിധാനം ചെയ്യുന്നുണ്ടെന്നും 4 വർഷത്തോളമായി സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിശ്രമത്തിലാണെന്നും പാർവതി തിരുവോത്ത് പറഞ്ഞു. വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പാർവതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സങ്കടം കലർന്ന സന്തോഷമാണ് ഉണ്ടായതെന്നും പാർവതി പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ടത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. 16 പേർ മാത്രമുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെന്ന് സങ്കടം പങ്കുവെക്കുകയുണ്ടായി. അതിൽ നിന്നാണ് പിന്നീട് വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ രൂപീകരണം. മലയാള സിനിമയിൽ ചരിത്രപരമായ മാറ്റം സംഭവിച്ചത് WCCക്ക് മുൻപും ശേഷവുമല്ല. അതിജീവിതയുടെ ഒരു തീരുമാനത്തിന് ശേഷമാണ് സിനിമാ രംഗത്തെ എല്ലാവരുടെ ജീവിതവും മാറിയത്. ഓരോ തവണയും അമ്മ സംഘടനയുടെ യോഗത്തിന് പോയി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അതു വിടു പാർവതി, നമ്മളൊരു കുടുംബമല്ലേ, നമുക്ക് ഓണമൊക്കെ ആഘോഷിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ പോകാമെന്നാണ് പറയുക. പഞ്ചായത്തിലൊക്കെ പണ്ടൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള വോട്ടെടുപ്പുകളാണ് ഇവിടെ നടക്കാറുള്ളത്. അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ ബാത്റൂം സൗകര്യം നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനും പെറ്റീഷനിൽ അവർ ഒപ്പുവെക്കാനുമൊക്കെ ഒരു കാരണമുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള നടന്മാർക്ക് പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് അവർക്ക് കൂടി ആവശ്യമുള്ള കാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ആ ആവശ്യത്തെ പിന്തുണച്ചത്. അതുവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം തനിക്ക് ബാത്റൂം പാർവതി എന്ന പേര് വീണെന്നും പാർവതി പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നുള്ള സൂചനയുമുണ്ട്. മലയാള സിനിമയിൽ വീണ്ടും വൻ സ്ഫോടനങ്ങൾക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴിതെളിച്ചത്. ഇതിൽ പോക്സോ കേസ് വരെ ചുമത്താനുള്ള വിവരങ്ങൾ ഉണ്ട് എന്നുമാണ് പറയുന്നത്.